ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു റീൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശിഷ്ടമായ റീലുകളിലേക്ക് നമുക്ക് വലിയ ഇൻട്രൊഡക്ഷനൊന്നും ഇല്ലാതെ തന്നെ കടന്നു ചെല്ലാം. ആദ്യത്തെ റീല് നമ്മുടെ ആനീസ് കിച്ചണിൽ നിന്നാണ്. ഞാൻ ആക്ച്വലി എപ്പോഴും പറയുന്നത് പെൺകുട്ടികളെ പറയല്ലേ, പെൺകുട്ടികളെ കെട്ടിച്ചുവിട്ടാൽ അത് പഠിക്കണം ഇത് പഠിക്കണം ഇത് പഠിക്കാതെ ഞാൻ എന്റെ അഭിപ്രായത്തില് പെൺകുട്ടികൾ ബേസിക്കലി ഒന്നും പഠിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം പട്ടണി ഇല്ലാതെ പോകുന്ന ചായ ഇടാൻ അറിയണം, അല്ലെങ്കിൽ ഒരു ദോശ ഉണ്ടാക്കാൻ അറിയണം, അല്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയണം, അതൊക്കെ പഠിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും പഠിക്കരുത്. കാര്യം എന്താണെന്നറിയോ, നമ്മൾ പഠിക്കുന്നതല്ല കെട്ടി വീട്ടിൽ ചെന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അവിടെ എൻറ്റയർലി ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ടേസ്റ്റ് പിടിക്കുകയല്ലായിരിക്കും. അത് പഠിക്കുന്നതല്ലേ എളുപ്പം. എല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുന്നതാണ്. വിശക്കുമ്പോ അറ്റ്ലീസ്റ്റ് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാനോ അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കി കഴിക്കാനോ ഇപ്പൊ അത് പഠിച്ചിരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ പിള്ളേരെ എവിടെയെങ്കിലും വിട്ട് പഠിപ്പിച്ച് അവർക്ക് ബഡ്ജറ്റ് ഉണ്ടല്ലോ കയ്യിൽ, അതിനകത്ത് നിർത്താൻ പഠിക്കണമല്ലോ. അപ്പൊ അതൊക്കെ വരാനുള്ള ഫേസ് ചെയ്യാൻ നമ്മളെല്ലാം പഠിപ്പിക്കട്ടെ, അത്രേ ഉള്ളൂ. വിൻസിയുടെ മാനസികാവസ്ഥയാണ് ഞാൻ ആ സമയത്തൊക്കെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പെൺപിള്ളേർ ഒന്നും പഠിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ചായ ഇടാനും ഓംലെറ്റ് ഇടാനും ഉണ്ടാക്കാനും ഒക്കെ പഠിച്ചു, പക്ഷേ വേറൊന്നും പഠിക്കരുതെന്ന് പറഞ്ഞപ്പോൾ വിൻസി ചിലപ്പോൾ പ്രതീക്ഷിച്ചു കാണും ഇത് ആനീസ് കിച്ചൺ അല്ലേ, ഞാൻ മറ്റെവിടെയെങ്കിലും ചെന്ന് പെട്ടതാണോ എന്ന്. പക്ഷേ അപ്പം തന്നെ കൃത്യമായിട്ട് നമുക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തൽ വന്നു, ഇത് ആനീസ് കിച്ചൺ തന്നെ, ആനി തന്നെ ഈ പറയുന്നത്. അതായത് സ്വന്തം വീട്ടിലുണ്ടാക്കുന്ന ആ ടേസ്റ്റിനൊക്കെ നമ്മൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിലെ ടേസ്റ്റിന് കുക്ക് ചെയ്യാൻ നമ്മൾ വേറെ പഠിക്കേണ്ടി വരില്ലേ. അപ്പോൾ അവിടെ ചെന്നിട്ട് പഠിച്ചു തുടങ്ങുന്നതല്ലേ നല്ലത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ചെന്ന് കയറുന്ന വീട്ടിലൊരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുക്ക് ചെയ്ത് ഒരുമിച്ചൊരു ടേസ്റ്റിലേക്ക് വരുന്നതല്ലേ നല്ലത്. അല്ലാതെ ഞാൻ ഇവിടുന്ന് ടേസ്റ്റ് എക്സ്പോർട്ട് ചെയ്യണോ അതോ അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ടേസ്റ്റിൽ ഞാൻ അഡ്ജസ്റ്റ് ആവണോ എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം അവിടെയുള്ള ടേസ്റ്റ് അയാളും ഇവിടെയുള്ള ടേസ്റ്റ് ഞാനും പ്രിപ്പയർഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കമ്പൈൻഡായിട്ട് ചില നല്ല ടേസ്റ്റുകളൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് ചിന്തിക്കുന്നതല്ലേ. പക്ഷേ ഈ ചോദ്യം നമ്മൾ ആരോടാണ് ചോദിക്കുന്നത്? ഇത് ആനിയോടാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ അപ്പോഴും ഈ പെൺകുട്ടി പഠിക്കണം എന്ന് പറയുന്ന ആ പ്രോസസ്സിലേക്ക് തന്നെയാണ് ഇത് ചെന്ന് നിൽക്കുന്നത്. അതായത് കുക്കിംഗ് എന്ന് പറയുന്നത് പെൺകുട്ടിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇവിടെയുണ്ട്. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റിലുള്ളൊരു വലിയ പ്രശ്നം, അല്ലെങ്കിൽ ചിന്താഗതിയിലുള്ളൊരു പ്രശ്നം, ഒന്നും ഓൺ ചെയ്യാൻ പെൺകുട്ടി പ്രിപ്പയർഡ് ആവണ്ട എന്നങ്ങ് പറയുകയാണ്. അതായത് നിനക്കൊന്നും ഓൺ ചെയ്യാനുള്ള അവകാശമില്ല ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഈ വീട് ഉപേക്ഷിക്കാനുള്ള ഇതിന് നിനക്ക് റൈറ്റ്സ് ഇല്ല. അവിടെ ചെന്ന് കയറുന്നു, ചെന്ന് കയറുന്ന വീട്ടിൽ അവിടുത്തെ ബേസിക് ഫുഡിൻ്റെ ടേസ്റ്റിൽ പോലും പെൺകുട്ടിക്ക് അവകാശമില്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇവിടെ നീ ഇതുവരെ ശീലിച്ച ടേസ്റ്റ് നീ മറക്കണം, നീ അത് മാറ്റി അവിടുത്തെ ടേസ്റ്റിൽ കുക്ക് ചെയ്യാനും അവിടുത്തെ ടേസ്റ്റിൽ അഡാപ്റ്റ് ആവാനും നീ പഠിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത്. കാരണം നമ്മൾ ഇവിടുന്നേ പഠിച്ചിട്ട് പോയാൽ അവിടെ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അവിടെ ചെന്ന് പഠിക്കുന്നതല്ലേ നല്ലതെന്ന് പറയുമ്പോൾ സ്വന്തം നാവിൻ്റെ രുചി പോലും പെൺകുട്ടിക്ക് അവകാശമില്ല എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആനിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊരു ഇത്രയും കാലം കൊണ്ട് പഠിച്ചു വന്നിരിക്കുന്ന ഈ സൊസൈറ്റിയുടെ കുറേ കാഴ്ചപ്പാടുകളുടെ ഒരു വിളനിലമാണ് ആനി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മുളച്ച് വന്നിട്ടുള്ള ചില ചിന്തകൾ ആനി ഇങ്ങനെ കൊത്തിയെരിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണിത്. സ്വന്തമായി ടേസ്റ്റ് പോലും അവകാശപ്പെടാനില്ലാത്ത ഒരാളാണ് പെൺകുട്ടി എന്ന് പറയുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഈ ചെന്ന് കയറുന്ന വീട്ടിലെ ആ പയ്യന് ഈ പെൺകുട്ടിയുടെ ടേസ്റ്റ് പഠിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വം അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അതായത് തിരിച്ചൊന്നുമില്ല. നീയെല്ലാം സഹിക്കാനും പൊറുക്കാനും ഭൂമിയോളം ക്ഷമിക്കാനും ഒന്നും അവകാശപ്പെടാനില്ലാത്തവളുമായ അങ്ങനത്തെ ഒരു സ്ത്രീ എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് വീണ്ടും നമ്മുടെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന വിൻസിയൊക്കെ അവരത്രയും ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്ന, ഒറ്റയ്ക്ക് വന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തൻ്റേതായ ഒരു അഭിപ്രായവും ഒരു സ്ഥാനവും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരാളാണ്. അയാളോട് പറയുന്നു നീ കുക്ക് ചെയ്യാൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലെന്നേ, ചെന്ന് കയറുന്ന വീട്ടിൽ നീ കുക്കിംഗ് പഠിച്ചാൽ മതി. അങ്ങനെ അടുക്കളയിലേക്ക് വീണ്ടും ഒരു തൊടലുമായി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്ന, വളരെ ചിരിച്ച മുഖത്തോടുകൂടി വളരെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വളരെ സുന്ദരമായിട്ട് വന്നിട്ട് എന്ന് പറഞ്ഞ അടുക്കളയിലെ തൊടലെടുത്ത് കാണിക്കുന്ന ആ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ ആനിയെ കാണുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത റീലിലേക്ക് പോവാം. മകള് ചോദിച്ചൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അദ്ദേഹം വളരെ സന്തോഷകരമായിട്ട് നല്ല പുഞ്ചിരിച്ചുകൊണ്ടൊരു ഫോട്ടോ അദ്ദേഹത്തിന് കിട്ടുന്നു. അത് മകളെന്നെ തിരിച്ചു പോസ്റ്റ് ചെയ്താൽ കുഴപ്പമുണ്ട്, ഞാൻ പോസ്റ്റ് ചെയ്യാതിരുന്നാൽ കുഴപ്പമാണ്, ചെയ്യണം, നീ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ എടുത്തത്. അദ്ദേഹം ഓഫീസിൽ നിന്ന് ഓണത്തിന് വിളിച്ചിരുന്നു ഒരു ഗസ്റ്റ് ആയിട്ട്, മറ്റനേകം പേരെ വിളിച്ചു കൂട്ടത്തിൽ എന്റെ ഭാര്യമാരെ വിളിച്ചു. അവര് പോകുന്നു. നമ്മളിതിനെ പ്രത്യേകിച്ച് നമ്മൾ കേരളം പ്രബുദ്ധർ എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളെ നമ്മൾ അതിന്റെ കാഴ്ചപ്പാടിൽ കാണുക. നല്ലൊരു അന്തരീക്ഷത്തിൽ
ഒന്നും അങ്ങനെ രാഷ്ട്രീയപരം ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു സംഭവം ഒരു പാർട്ടി ആർക്കാണെങ്കിൽ സിപിഎമ്മിനോടൊപ്പം നിൽക്കാമല്ലോ മുഖ്യമന്ത്രി കണ്ടത് ഫോട്ടോ ഉണ്ട് മുഖ്യമന്ത്രി ക്ഷണിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയാണ് ക്ഷണിക്കും. മുഖ്യമന്ത്രി ക്ഷണിക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ പൗരൻ നിലയ്ക്ക് ആർക്കും പോകും, അതിനകത്ത് രാഷ്ട്രീയമില്ല. പിന്നെ അവരുടെ ഒന്നും ഒരു കാര്യങ്ങളും ഞാൻ വലുതായിട്ട് ഇടപെടാറില്ല. അവരെടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ എന്നെ കൊണ്ട് കഴിയുന്ന ചെയ്ത് കൊടുക്കുന്നല്ലാതെ ഇന്ന് അവരൊക്കെ അഹാനിക്ക് 30 വയസ്സുണ്ട്, അല്ലെങ്കിൽ ചെറുപ്പം ഒരു 10 വയസ്സ് കഴിഞ്ഞ ആൾക്കാര് തീരുമാനം എടുക്കാൻ ബോധമുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നല്ല ബോധം. അതുകൊണ്ട് ഞാൻ ഇന്ന് പല കാര്യങ്ങളും അവരോടാണ് ചോദിക്കുന്നത്. പിന്നെ അവരിൽ നിന്നാണ് പുത്തൻ അറിവ് കിട്ടുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്ന് വെച്ചാൽ ഈ ജെൻസീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ വലിയ ഇഷ്ടമാണ്. എന്റെ മക്കളൊന്നുമില്ല, കാരണം അവര് ശബ്ദം കുറച്ച് അധികം സംസാരിക്കാതെ എപ്പോഴും ഫോണിലും മറ്റു കാര്യങ്ങൾ ഇതിനകത്തൂടി ലോകത്തെ എല്ലാ കാര്യങ്ങളും അവരറിഞ്ഞുകൊണ്ടിരിക്കുക. ചിലരെ ആക്കിക്കൊണ്ട് ചോദിക്കും, ഇവിടുത്തെ മന്ത്രിമാരുടെ മറ്റൊരു പേര് ചോദിക്കുമ്പോൾ അവരറിയാത്ത വീഡിയോസ് ഇടും. അവർക്കറിയേണ്ട കാര്യങ്ങളൊക്കെ അവർക്കറിയാം. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്ന്, മുഖ്യമന്ത്രിയോടൊപ്പം ഒരു ഫോട്ടോ എടുത്തു, അത് ഞാൻ പോസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവിയാണ്, നിങ്ങളുടെ അച്ഛനും അപ്പൂപ്പനും കുഞ്ഞമ്മയും മാമനും ഒക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണെന്നൊക്കെ ചിന്തിക്കേണ്ട. അവരൊരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണ്, നമ്മൾ പ്രഥമ പൗരൻ എന്നൊക്കെയല്ലേ പറയുക. അപ്പോൾ ആദ്യത്തെ അത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനിലിരിക്കുന്ന ജനങ്ങളെ സേവിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അയാൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഇടുമ്പോൾ ആ പേടി ഉണ്ടാവുന്നതിൽ കാര്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് പേടി എന്നല്ല പറയുന്നത്, അങ്ങനെ ഒരു രണ്ടാമതൊരു ചിന്ത വരുന്നതിന് പിന്നിൽ കാരണമുണ്ട്. കാര്യം കോൺഗ്രസ് അനുഭാവിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഭാര്യ അവരൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായിരിക്കുകയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരെ പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനെ വിമർശിക്കാൻ എത്തുന്ന ആളുകളുള്ള നാടാണ് നമ്മുടെ. അപ്പം ഈ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ സ്ഥാനങ്ങളെയും വ്യക്തികൾ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പോസിറ്റീവായിട്ട് തന്നെ നോക്കിക്കാണണം. ഇപ്പം കഴിഞ്ഞ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ കണ്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം, ഇത്തവണത്തെ കലോത്സവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി കൊണ്ടുവന്നിട്ടുള്ള ചില മാറ്റങ്ങളെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അഭിനന്ദിക്കുന്നു. ഗുഡ് ഗവേണൻസ് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് നമ്മളീ പറയുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ പാർട്ടികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിഭിന്ന അഭിപ്രായങ്ങളുണ്ടാകും, വ്യത്യസ്ത ആദർശങ്ങളുണ്ടാകും, അതിൻ്റെ ഭാഗമായിട്ടുള്ള വിമർശനങ്ങളുണ്ടാകും. അതൊക്കെ ഉണ്ടാകുന്ന സമയത്തും നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക, സ്ഥാനങ്ങളെ ബഹുമാനിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുക എന്ന് പറയുന്നത് ഒന്ന്. രണ്ട്, അദ്ദേഹം മകളെക്കുറിച്ച് പറഞ്ഞത്, എൻ്റെ മൂത്ത മകൾക്ക് 30 വയസ്സായി, 18 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഒരാൾ സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രാപ്തരാകുന്ന ലോകത്ത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അവർക്ക് ഞാനിനി പറഞ്ഞു കൊടുക്കണോ എന്നൊരു അച്ഛൻ ചിന്തിക്കുന്നിടത്തുനിന്ന് 35-40 വയസ്സ് കഴിഞ്ഞ മകൾ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ മാത്രം തീരുമാനിക്കുകയും ഇനി പ്രായമായ ഒരു അമ്മയാണെങ്കിൽ ആ അമ്മയല്ല, അമ്മയ്ക്ക് വേണ്ടി മകനാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ലോകത്ത്, അല്ലെങ്കിൽ അതിനെ വളരെ നോർമലായി കണ്ടുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള തൻ്റെ പെൺമക്കളെ നോക്കിയിട്ട് ഒരു അച്ഛൻ പറയുന്നത് അവർ തീരുമാനം എടുക്കട്ടെ, അവർക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ തൊട്ടു മുമ്പ് കണ്ട റീലിൽ നിന്ന് ഈ റീലിലേക്ക് വരുമ്പോഴുള്ള മാറ്റം വരുന്നത്. പുതിയ തലമുറയെ കാണുന്ന, മനസ്സിലാക്കുന്ന, ഉൾക്കൊള്ളുന്ന ഒരാൾക്ക്. ആൻഡ് ജെൻസീസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, തൊട്ടടുത്തുള്ള ഒരാളെക്കുറിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും, പക്ഷേ ഒരു ലോക പൗരൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെ പ്രിപ്പയർഡ് ആവണമെന്ന് ചോദിച്ചാൽ അതിന് പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനാണ് ഇവിടെ ഉള്ളത്. അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന, മനസ്സിലാക്കുന്ന ഒരാൾ, പ്ലസ് അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം പെൺമക്കളാണ്, ഓരോരുത്തരും അവരുടേതായിട്ടുള്ള മേഖലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അറിയാം എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിൽ നിൽക്കുന്ന ഒരാളുടെ ഒരു നല്ല സ്റ്റേറ്റ്മെൻറ്റ് കേട്ട പോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഈ ഇൻ്റർവ്യൂ ബിറ്റിൽ ഇത്രയും ഒരു പോർഷൻ കേൾക്കുമ്പോൾ. ഇതിൽ ഈ ആങ്കർ ചോദിക്കുന്ന ചോദ്യമില്ലേ, പിണറായി വിജയനോടൊപ്പം ഫോട്ടോ എടുക്കുന്നു, അത് പോസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ ഇടതുപക്ഷത്തോടൊരു ചായ്വ് വന്നാലോ എന്ന് പറയുന്ന അങ്ങനൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ഒന്ന് ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരാളുടെ ഉള്ളിലെ നിലപാടുകളും അയാളുടെ ആദർശങ്ങളും ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പെർസ്പെക്റ്റീവുകളും ഒക്കെ ചേരുന്നതാണ് അയാളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് ഓരോ വ്യക്തികൾക്കും ഡിഫറൻ്റ് ആയിരിക്കും. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങളാണ് ഉണ്ടാവുക. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നേരെ ഇടതുപക്ഷത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ LDF, UDF, NDA, പിന്നെ അല്ലാതെയുള്ള പാർട്ടികൾ എന്ന് പറയുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ് രാഷ്ട്രീയം എന്ന ടേമിനെ നമ്മൾ കൂട്ടിക്കുഴയ്ക്കാൻ നോക്കുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് ഇതിനെ അഭിപ്രായങ്ങളായി കാണണം എന്ന് പറയുന്ന, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മോൻ പിണറായി വിജയൻ ചെയ്യുന്നൊരു കാര്യം നല്ലൊരു കാര്യമാണ്, അത് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ആക്രമിക്കാൻ വേണ്ടി ഒരു കൂട്ടം ചാടി ഇറങ്ങുകയാണ്, നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അയാളുടെ ഉള്ളിലെ ചിന്തകളും ആദർശങ്ങളും ഒക്കെ ചേർന്ന് അയാൾക്കുള്ള കാഴ്ചപ്പാടാണ് അയാളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയം ഒരിക്കലും നല്ലതിനെ നല്ലതെന്ന് പറയാനും മോശം കാര്യത്തിനെ മോശമെന്ന് പറയാനും നമ്മളെ അനുവദിക്കുന്നില്ലെങ്കിൽ നമ്മളെ രാഷ്ട്രീയത്തിനെ കുറിച്ച് പുനർവിചിന്തനം
ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് പല ആളുകൾക്കും ഇതുവരെയും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് പിണറായി വിജയനോടൊപ്പം ഫോട്ടോ ഇട്ടാൽ അപ്പോൾ ഇവർ ഇടതുപക്ഷമാണോ എന്ന് പറയുന്നൊരു ചോദ്യം വരുന്നത്. അവർക്ക് ആ രാഷ്ട്രീയം തുറന്നു പറയാൻ തോന്നുകയാണെങ്കിൽ അവർ പറയും, അവർ മാറി ചിന്തിക്കാൻ തോന്നുകയാണെങ്കിൽ മാറി ചിന്തിക്കും. ഇതിപ്പോൾ ഒരു വീട്ടിൽ അച്ഛൻ കോൺഗ്രസ്സുകാരനാണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും കോൺഗ്രസ്സുകാരനായിരിക്കണം, അച്ഛൻ BJP ആണെങ്കിൽ എല്ലാവരും BJP ആയിരിക്കണം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഇതുപോലത്തെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ടേമിനെ കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതുണ്ട് എന്ന് പലപ്പോഴും ഇതുപോലുള്ള ചോദ്യങ്ങളും ഇതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ റിയാക്ഷൻസിലും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. പെണ്ണുങ്ങള് പിഞ്ചു കുഞ്ഞുങ്ങളാണ്, ഗുണ്ടകളല്ല. പറഞ്ഞുതരാം. പെണ്ണിനെ മച്ചറായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് കാണാതെ കുഞ്ഞു കൊച്ചായിട്ട് കണ്ടാൽ നിന്റെ ലൈഫിലെ പകുതി പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് കിട്ടും. ആദ്യം നിന്റെ ലോജിക്കൽ ആയിട്ടുള്ള ചിന്താഗതി മാറ്റി വെക്കണം. ഈ കുഞ്ഞു പിള്ളേർ എങ്ങനെയാണ്, അവർ ഭയങ്കര ഇമോഷണൽ ആണ്, അറ്റൻഷൻ സീക്കിംഗ് ആണ്, വാശി പിടിക്കും, വഴക്കുണ്ടാക്കും, എപ്പോഴും കംപ്ലൈന്റ് പറയും, പെട്ടെന്ന് കരയും, ചോക്ലേറ്റ് കൊടുത്താൽ ചിരിക്കും, പിന്നെ ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് കൊഞ്ചിച്ച് പുറത്തൊക്കെ തട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കും. ഈ ഒരു അപ്രോച്ചാണ് റിലേഷൻഷിപ്പിൽ നീ പിടിക്കേണ്ടത്. കിടന്ന് തർക്കിക്കാതെ LKG B-യിൽ പഠിക്കുന്ന ടിൻഡുമോളായിട്ട് അവളെ കാണുക, സമാധാനമായിട്ട് ജീവിക്കുക. പിന്നെ നിന്റെ റിലേഷൻഷിപ്പിൽ ഇതുപോലെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ബയോയിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യാം, നമുക്ക് ശരിയാക്കാം. പിന്നെ ഡെയിലി ഇതുപോലത്തെ ടിപ്സ്. അമ്മേ, ഇദ്ദേഹം ക്ലിക്ക് ലിങ്ക് ഇൻ ബയോ ഫോർ 1:1 അല്ല 1-on-1 ആക്റ്റീവ് ലിസണിങ് സെഷൻ വിത്ത് യുവർ റിലേഷൻഷിപ്പ് കോച്ച്. ഇദ്ദേഹം റിലേഷൻഷിപ്പ് കോച്ചാണെന്ന് തോന്നുന്നു, സ്വന്തമായിട്ട് അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഈ ഇമോഷണലി ഇൻ ഡെപ്ത് കാര്യങ്ങളെ നോക്കി കാണുന്ന, ചിന്തിക്കുന്ന ഒരു വ്യക്തി അയാളുടെ ഇമോഷൻസിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കുറേ എക്സ്പാൻഡ് ചെയ്ത് സംസാരിക്കും. അതായത് എനിക്കിപ്പോൾ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ചീത്ത പറഞ്ഞു പൊക്കോ, അയാൾ പോയി, ആ പോകുന്നതോടുകൂടി എൻ്റെ പ്രശ്നം കഴിഞ്ഞു, ഞാൻ പിന്നെ അത് ആലോചിക്കാനൊന്നും പോകില്ല. പക്ഷേ വേറൊരു വ്യക്തി അതിനെ നോക്കി കാണുന്ന ഒരാൾ ചീത്ത വിളിച്ചു, അയ്യോ എന്നെ ചീത്ത വിളിച്ചു, നാട്ടുകാരെന്ത് വിചാരിച്ചിട്ടുണ്ടാവും, എനിക്ക് എന്തുമാത്രം ഫീൽ ചെയ്തു, അയാൾ എന്തുകൊണ്ടായിരിക്കും, ഇങ്ങനെ ഒരുപാട് ഇൻഡെപ്ത് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഈ ഇൻഡെപ്ത് ചിന്തിക്കുന്ന ഒരു ഇമോഷൻ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതൊരു ചെറിയ സങ്കടമാണെങ്കിലും ചെറിയ സന്തോഷമാണെങ്കിലും ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് തന്ന് എന്നെ കേൾക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരാളെ ഡീൽ ചെയ്യേണ്ട വിധമാണ് ഇദ്ദേഹം പറഞ്ഞു തരുന്നത്. LKG പഠിക്കുന്ന കുട്ടിയെ പോലെ. അതായത് LKG കൊച്ചുങ്ങൾ വന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ നമ്മൾ ആണോ തുട്ടിടൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മളൊരു അറ്റൻഷൻ കൊടുക്കും. പക്ഷേ ആ അറ്റൻഷൻ്റെ കൂടെ ആ വാല്യൂം അങ്ങനെ തന്നെ ആയിട്ട് കാണരുത്. ഒരാൾ വന്ന് നമ്മളോട് അയാളുടെ അത്രയും ഡീപ്പായിട്ടുള്ള ഇമോഷണൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ റെസ്പെക്റ്റ് കൊടുത്ത് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളവിടെ ലിസണർ ആവുകയാണ് വേണ്ടത്, അല്ലാതെ നിങ്ങളൊരു പേരൻ്റ് ആവുകയല്ല വേണ്ടത്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഈ ഉദാഹരണം, ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ അയാളെ ലിസൺ ചെയ്യണം, ദാറ്റ്സ് ഫൈൻ, അതെനിക്ക് മനസ്സിലായി. പക്ഷേ എന്തിനാണ് ഈ LKG പഠിക്കുന്ന ചിഞ്ചുമായിട്ട് അതിനെ കാണുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ആ വന്നിരിക്കുന്ന ആൾ അയാൾക്ക് പറയാനുള്ള കാര്യത്തിന് റെസ്പെക്റ്റ് കൊടുത്ത് സമയം കൊടുത്ത് കേട്ട് മനസ്സിലാക്കി അയാൾക്ക് വേണ്ടത് എന്താണ്. ചിലപ്പോൾ അതൊരു ഇമോഷണൽ സപ്പോർട്ടായിരിക്കും, ചുമ്മാ കൂടെ ഇരുന്ന് കേട്ടാൽ മതിയായിരിക്കും. ചിലപ്പോൾ ഒരു ഹഗ് വേണമായിരിക്കും, ചിലപ്പം നമ്മളൊന്ന് കെട്ടിപ്പിടിച്ചിരിക്കണമായിരിക്കും. അതൊക്കെ ആയിരിക്കും വേണ്ടത്. അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഒരിക്കലും ഒരു കുഞ്ഞു കുട്ടിയെ ഡീൽ ചെയ്യുന്ന പോലെ വെച്ച് ചെയ്യല്ലേ. അങ്ങനെ നിങ്ങൾ ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കില്ല. ആ പഠിപ്പിച്ചു കൊടുക്കലൊരു പ്രശ്നം, നിങ്ങൾ മറ്റേ ആളെയും അയാളുടെ ഇമോഷൻസിനെയും വാല്യൂസിനെയും ഭയങ്കരമായിട്ട് ഡീവാല്യൂ ചെയ്യുകയാണ്. അത് LKG ചിഞ്ചുറാണി അല്ല, ഇമോഷൻസ് ഉള്ളൊരു മനുഷ്യജീവിയാണ്. ആ മനുഷ്യജീവി സംസാരിക്കുമ്പോൾ കേൾക്കല്ലേ വേണ്ടത്. ഇത് കേൾക്കുന്ന ആമ്പിള്ളേർ എന്ത് വിചാരിക്കുമെന്നറിയോ, പെൺപിള്ളേർ പറയുന്ന എല്ലാ കാര്യത്തിനും ആ വാല്യൂ കൊടുത്താൽ മതി എന്ന് വിചാരിക്കും, അങ്ങനെ ട്രീറ്റ് ചെയ്താൽ പോരെ എന്ന് വിചാരിക്കും, അതൊക്കെ അത്രയൊക്കെ മതി എന്ന് വിചാരിക്കും. നാളെ ആ റിലേഷൻഷിപ്പിനെ അതൊരു വലിയ പ്രശ്നത്തിൽ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിക്കും. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇത്രയും വാല്യൂ കൊടുത്താൽ മതി, മുതിർന്ന ആളുകൾക്ക് ഇത്ര വാല്യൂ കൊടുക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ നാട്ടിൽ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ അതാണ്. അവർ പറയുന്ന കഥകൾക്ക് ആളുകൾ കൊടുക്കുന്ന ഒരു വാല്യൂ വെറുതെ ഒരു രസത്തിന് കേട്ടിരിക്കുക, അവർക്ക് സങ്കടമാവണ്ടെന്ന് വിചാരിച്ച് കേട്ടിരിക്കുക, ഈ ഒരു രീതിയിലാണ്. അവർക്കും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം, വാല്യൂ കൊടുക്കണം. പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യുന്നത് പോലെ നമ്മളൊരാളെ ഡീൽ ചെയ്യാൻ പോകുമ്പോൾ, മുതിർന്ന ഒരാളെ ഡീൽ ചെയ്യുമ്പോൾ ചില സമയത്ത് അവർക്കൊരു കൊച്ചു കുഞ്ഞ് ഡീൽ ചെയ്യപ്പെടുന്ന പോലെ ഡീൽ ചെയ്യപ്പെടാൻ ആഗ്രഹമുണ്ടാകാം. പക്ഷേ ചില സമയത്ത് വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു അഡൽട്ട് ടു അഡൽട്ട് കോൺവെർസേഷൻ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. ചില സമയത്ത് നമ്മളൊരു ചൈൽഡ് ബിഹേവിയറിലിരുന്ന് അവരൊരു അഡൽട്ട് ബിഹേവിയറിലിരുന്ന് സംസാരിക്കാനായിരിക്കും അവരാഗ്രഹിക്കുന്നത്. ഇതിങ്ങനെ മാറി മറിഞ്ഞ് വരും. ഓരോ ആളുകളുടെയും ഇമോഷണൽ എക്സ്പ്രഷൻ റേറ്റും ആ ഇമോഷൻ അവർ ഉള്ളിൽ വെച്ച് ചിലപ്പോൾ ചിലർ പെരുപ്പിക്കും, ചിലർ ഭയങ്കരമായിട്ട് ചുരുക്കും. ഇതിങ്ങനെ ഓരോ ആളുകൾക്കും ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ആളുകളെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ, റിയാക്ട് ചെയ്യാൻ, കേൾക്കണമെങ്കിൽ കേൾക്കാൻ. ചില സിറ്റുവേഷൻസിൽ നമ്മൾ കേൾക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതായിരിക്കും. ഇത് നമ്മൾ രണ്ട് വ്യക്തികൾക്കിടയിൽ സംഭവിക്കുകയാണെങ്കിൽ ആ രണ്ട് വ്യക്തികൾക്കിടയിൽ അത്രയും നാളത്തെ ബോണ്ടിങ്ങിൽ അവർ പരസ്പരം പറഞ്ഞ് കേട്ട് മനസ്സിലാക്കി അറിഞ്ഞു വരുന്നതായിരിക്കാം. ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ അയാൾക്കറിയാം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഇങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെ ഒന്നുമല്ലാത്ത
ഒരു ലേമാനോടാണ്, ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന സം റാൻഡം ഡൂഡ് അവനിത് കേൾക്കുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ ഡീൽ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അവൻ്റെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി വന്നിരുന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ അച്ചടാ സാരമില്ലടാ മുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൊച്ചു പിള്ളേരെ ഡീൽ ചെയ്യുന്ന പോലെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഇമോഷണൽ നീഡ് ഫുൾഫിൽ ആവുന്നില്ല. ഇവൻ ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് പഠിക്കുന്നില്ല. ഇവൻ്റെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പിൽ അവനിത് കാണിക്കും. ആൺപിള്ളേരെയും പെൺപിള്ളേരെയും ഒരുപോലെ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന ഇമാതിരി റീലുകൾ ഉണ്ടാക്കരുത്. നിങ്ങൾ ശരിക്കും സർട്ടിഫൈഡ് ആയിട്ടുള്ള സെൻസുള്ള ഒരു ലൈഫ് കോച്ച് ആണെന്നുണ്ടെങ്കിൽ ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഇഷ്യൂസിനാണ് നമ്മളിവിടെ പരിഹാരം കൊടുക്കുക. അല്ലാതെ ഇതുപോലെ കോമൺ സെൻസ് ഇല്ലാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കരുത് എന്ന് പറയുന്നൊരു അപേക്ഷയാണ്. കാരണം സൈക്കോളജിസ്റ്റുകളായിട്ടും ആളുകളായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ ഇതുപോലത്തെ തെറ്റായ സന്ദേശങ്ങൾ കിട്ടി മോശമായ ആളുകളെ ഡീൽ ചെയ്ത് കഷ്ടപ്പെടുന്ന മനുഷ്യരാണ് ഇവിടെ ഇപ്പോൾ കൂടുതലുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഇതൊക്കെ അത്രേ വിളിക്കാനുള്ളൂ. കാര്യം ഒരിക്കലും ഒരു നല്ല ട്രെയിൻഡ് സൈക്കോളജിസ്റ്റ് വന്നിരുന്ന് കോമൺ ആയിട്ട് എല്ലാവരും കൂടി ഇതേ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇട്ട് കൊടുക്കില്ല. അല്ലെങ്കിൽ അതൊരു കോമൺ സാധനമായിരിക്കണം. ഇതൊരിക്കലും ഒരു കോമൺ സാധനമല്ല. പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദയവ് ഇത് കാണാതെ പഠിച്ച് എവിടെയും കൊണ്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. നമുക്കിനി അടുത്ത റീലിലേക്ക് പോവാം. എവിടെയെങ്കിലും ഇച്ചിരി സെൻസ് ഉള്ള എന്തെങ്കിലും കേട്ടാൽ മതി. Most girls go from their parents' home to maybe college if they're living alone. If somebody goes to Bangalore or somewhere to study, they're living with friends or flatmates. And then they get married and then they're living with another family. You never get to live with yourself. As an Indian woman especially, you're never getting any solo time. And I feel like that's very important in a positive way. When I feel you learn a lot about yourself, who you are, when you spend time with yourself. So I started solo traveling a lot to do that. To just know more about myself. And എനിക്ക് വേണ്ടി അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. It helped shape my perceptions, how I view things, how I view myself, how I view others around me. So travel for me is a very spiritual, meditative, exploring different cultures, different people. It's a very exciting way of seeing the world. ട്രാവൽ എന്ന് പറയുന്നത് അവരുടെ ഒരു ചോയ്സാണ്. ട്രാവൽ ചെയ്യുമ്പോഴാണ് ആളുകളെയും സ്ഥലങ്ങളെയും മനുഷ്യരൊക്കെ അവരിങ്ങനെ ഇടപെട്ടൊക്കെ വരുമ്പോഴാണ് അവർ മറ്റുള്ളവരെയും അതുപോലെ തന്നെ തന്നെയും എക്സ്പ്ലോർ ചെയ്ത് വരുന്നതെന്നാണ്. ഈ ട്രാവൽ എന്നുള്ളത് ചില ആളുകൾക്ക് മാറും. ചിലർക്ക് ട്രാവൽ ആയിരിക്കില്ല. ചുറ്റുപാടുകളെ അറിയാനും അതുപോലെ തന്നെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് കിട്ടുക. ഇത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ട് വരും. പക്ഷേ എനിക്ക് ഇതിനകത്തുനിന്ന് പറയാൻ തോന്നുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ആ ഗേൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വുമൺ എന്ന് പറയുന്ന ആ ഒരു പെർസ്പെക്റ്റീവിൻ്റെ കൂടെ നിങ്ങൾ മാനിനെയും കൂടി ചേർത്ത് വെക്കണം, ആൺകുട്ടികളെ കൂടി ചേർത്ത് വെക്കണം. ഇപ്പോൾ പെൺകുട്ടി ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കാണ് പോകുന്നത്, ഒരു ഫാമിലിയിൽ നിന്ന് മറ്റൊരു ഫാമിലിയിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നതിൽ അതൊരു ഒരു വലിയ പൊളിറ്റിക്കൽ കാര്യം തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു ആൺകുട്ടി ഒരു ഫാമിലിയോടൊപ്പം ജനിച്ച് വളർന്ന് ജീവിച്ച് അവിടെ തന്നെ ഒടുങ്ങുന്നു എന്ന് പറയുന്ന പോലെ ഇവിടെയും ഈ പറയുന്ന ഒരു സെൽഫ് റിയലൈസേഷൻ പോയിന്റ് വരുന്നില്ല. ആൺകുട്ടികൾക്ക് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും, അത് തന്നെ ആയിരിക്കും അവർ കുറേ കാലം കൂടെ കൊണ്ട് നടക്കുക എന്ന് പറയുന്ന ഈ ഒരു കൾച്ചർ ഉണ്ടല്ലോ. അതായത് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുക, അവനവനെ അറിയുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്. നമ്മളെ തന്നെ അറിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ പ്രിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്കത് ബാക്കിയുള്ളവരോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈഫിൽ നമ്മളൊരു പാർട്ട്ണറെ സ്വീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ചോയ്സ്, അത് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് കൃത്യമായൊരു ധാരണ വരണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ തന്നെ തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് നടന്നിരിക്കേണ്ടതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബഹുഭൂരിപക്ഷം ആളുകളുടെയും ജീവിതത്തിൽ അത് സംഭവിക്കുന്നില്ല. ബാക്കിയുള്ളവർ പറയുന്നതും ഇതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറയുന്ന ഉപദേശങ്ങളൊക്കെ കേട്ടിട്ട് ഏതെങ്കിലുമൊക്കെ വെച്ച് സെറ്റിലായി പോകുക എന്നുള്ളതാണ്. അത് മാറി അവനവൻ്റെ സെൽഫിനൊപ്പം ഇരിക്കുകയും സെൽഫ് റിയലൈസേഷൻസ് ഉണ്ടാവുകയും സ്വന്തമായി നമ്മളെ ആഴത്തിൽ മനസ്സിലാക്കാവുന്നൊരു പ്രോസസ്സ് എല്ലാവർക്കും നടക്കേണ്ടതാണെന്ന് തോന്നുന്നു. പിന്നെ മാളവിക ഇത് പറയുന്ന സമയത്ത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റാത്തൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് ആൺകുട്ടികളിപ്പോൾ വീട്ടിൽ ജനിച്ച് വളർന്ന് അവർക്കൊരു പ്രായമായി കഴിയുമ്പോൾ പുറത്ത് പോയി പഠിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്കുള്ള അത്രയും തടസ്സങ്ങളൊന്നുമില്ല. എവിടെ പോയി പഠിക്കണോ, പോയി പഠിച്ചിട്ട് വന്നോളൂ. അതുപോലെ ജോലിക്ക് ഒരു വിദേശ രാജ്യത്തേക്കോ മറ്റോ പോകണമെന്നുണ്ടെങ്കിലും അവിടെ അധികം ചോദ്യങ്ങളുണ്ടാവില്ല. പക്ഷേ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സെൽഫിന് വേണ്ടി, നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഇരിക്കുക എന്ന് പറയുന്ന അങ്ങനെ ഒരു സമയം മാറ്റി വെക്കാൻ പെൺകുട്ടികൾക്ക് കഴിയാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. അത് കിട്ടിയിട്ടുള്ള ഒരാൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ബെനിഫിറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരുടെ ആ സംസാരത്തിലെ കോൺഫിഡൻസ്, അവരുടെ കരിയറിൽ അവർ കാണിക്കുന്നൊരു നമ്മൾ വിട്ട് കളയാതെ അതിന് വേണ്ടിയിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്, എനിക്ക് ഇതാണ് വേണ്ടതെന്നൊരു തീരുമാനമെടുത്ത് അതിനെ പെർസ്യൂ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയൊക്കെ ആരാണ് ഞാൻ, എന്താണ് ഞാൻ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് കുറച്ചും കൂടി ഉണ്ടാവുക. ഞാൻ ഇന്നതാണ്, എനിക്കിതാണ് വേണ്ടതെന്ന് എനിക്ക് ധാരണയുള്ളപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്ക്
എനിക്കതിനെ മൈൻഡ് ചെയ്യാതെ വിടാൻ പറ്റും. പക്ഷേ എനിക്ക് ആ ധാരണ ഇല്ലെങ്കിൽ, ഇപ്പോൾ ആൾക്കാർ പറയുകയാണ് നീ സിനിമയിൽ അഭിനയിക്കുന്നതിന് പകരം നീ ഒരു ട്യൂഷൻ ടീച്ചർ ആവുന്നതാണ് നല്ലത് എന്ന് 10 പേര് പറഞ്ഞാൽ ഇനി അതാണോ നല്ലതെന്ന് പറയുന്നൊരു കൺഫ്യൂഷൻ വരും. പക്ഷേ ഞാൻ അഭിനേത്രി ആവുകയാണ് വേണ്ടതെന്ന് പറയുന്ന പാഷനേറ്റ് ആയിട്ടുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ, ഞാൻ ഇതാണെന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് അവരുടെ ഉള്ളിൽ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ളവർ പറയുന്നത് അവരുടെ വിഷയമല്ല. എന്ന് പറയുന്ന പോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളാരാണെന്നും നമ്മുടെ നീഡ്സ് എന്താണെന്നും തിരിച്ചറിയാനുള്ളൊരു സ്പേസ് കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അതിന് നമ്മുടെ നിലവിലെ ഈ കുടുംബത്തിൻ്റെ സ്ട്രക്ചറുകൾ പലപ്പോഴും തടസ്സമാണ്. മക്കൾ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടിട്ട് തന്നെയാണ് അവരുടെ വിവാഹപ്രായം വരെ നിൽക്കുക എന്ന് പറയുന്നൊരു സാഹചര്യം ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടി വേറൊരു വീട്ടിലേക്കും ആൺകുട്ടി വേറൊരു പെൺകുട്ടി ഈ വീട്ടിലേക്കും കൊണ്ടുവരിക എന്ന് പറയുന്ന ആ സിസ്റ്റമാണുള്ളത്. അവിടെയും ഈ പറയുന്ന എനിക്കെന്താ വേണ്ടതെന്ന് പറയുന്നൊരു തിരിച്ചറിവിനേക്കാൾ കൂടുതൽ ബാക്കിയുള്ളവരെന്ത് സജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. സോ അവനവനെ തിരിച്ചറിയാനും തീരുമാനങ്ങൾ എടുക്കാനും എല്ലാവർക്കും പറ്റട്ടെ എന്നാണ് എനിക്ക് ആ റീൽ കേട്ടപ്പോൾ തോന്നിയത്. അതിനെന്തായാലും നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു ആവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റാരും ഇല്ലാതിരിക്കുന്ന സമയങ്ങളിലാണ് നമ്മൾ ശരിക്കും നമ്മളിലേക്ക് നോക്കുക, നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ചുറ്റും ആളുകളൊക്കെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് പരിപാടികളുടെ ഇടയിൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നില്ല. ഒരു സ്ഥലത്ത് ഇരിക്കുക, ചിലപ്പോൾ കിടക്കുക, നമ്മളിലേക്ക് നോക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ. എസ്പെഷ്യലി നിങ്ങൾ കല്യാണം കഴിക്കാനൊക്കെ പ്രിപ്പയർഡ് ആവുന്ന ഒരാളാണെങ്കിൽ ഒറ്റയ്ക്ക് കുറച്ച് നാളെങ്കിലും നമ്മൾ താമസിക്കണം. എന്നുവെച്ചാൽ ഈ 2 പേര്, ഈ കല്യാണം കഴിക്കാൻ പോകുന്ന 2 പേരും കൂടി ഒരുമിച്ച് താമസിക്കണം എന്നല്ല, ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ ആരാണെന്നും എന്താണെന്നും നമ്മുടെ നീഡ്സ് എന്താണെന്നും ഒക്കെ നമ്മളൊന്ന് റിയലൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ ചില ആളുകൾക്ക് ഈ പറയുന്ന ഒറ്റയ്ക്ക് നിൽക്കലോ മാറി നിൽക്കലോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. ഈ പറയുന്ന ഓരോരുത്തരുടെയും മെൻ്റൽ സ്റ്റേറ്റ് പല രീതിയിലാണ്. അപ്പോൾ അങ്ങനെ പറ്റാത്ത ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരുമിച്ച് മറ്റൊരാളോടൊപ്പം നമ്മളൊരു ജീവിതം പങ്കിടാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആരാണെന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം. ആ ധാരണ മറ്റൊരാൾക്കും കൊടുക്കാൻ പറ്റണം. അങ്ങനെ ആകുമ്പോഴാണ് ആ റിലേഷൻഷിപ്പും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടിരിക്കുക. എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത റീലിലേക്ക് പോവാം. റിഹാബിലൊക്കെ പോയതിനു ശേഷം നമ്മൾ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. പുറമേക്ക് കേൾക്കുമ്പോൾ നമ്മളെല്ലാം നിർത്തി പുതിയൊരാളായി. പുതിയൊരാളാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പിൽ ഇരിക്കേണ്ടി വരും. ഇപ്പൊ ഒരു ചായയോ കാപ്പിയോ അഡിക്ഷൻ നിർത്താൻ തന്നെ നമുക്ക് ഇതൊരു പാടാം, അല്ലേ? നമ്മൾ ഇറച്ചി മാംസം വർജിക്കുക എന്ന് പറയുന്നത് 40 ദിവസം അലക്കി പോകുന്നവര്, ഇപ്പൊ 50 ദിവസം ഈസ്റ്റർ നോയമ്പ്, അല്ലെങ്കിൽ 25 ദിവസം ക്രിസ്മസ് നോയമ്പ്. അത് എന്തൊരു ബുദ്ധിമുട്ടെടുക്കാൻ, അല്ലേ? അതിന്റെ ഇടയിൽ എത്ര ടെംപ്റ്റേഷൻ വരും, അതിനേക്കാൾ കൂടുതൽ ടെംപ്റ്റേഷൻ വരും ആക്ച്വലി ഈ അഡിക്ഷൻ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് നിർത്തുന്ന സമയത്ത്. അപ്പൊ അത് അത്ര സുഖകരമായ ദിവസങ്ങളും സുഖകരമായ പരിപാടിയും അല്ല. അപ്പൊ അതിന്റെ ഇടയില് നമ്മൾ വീണ്ടും തുടങ്ങി, വീണ്ടും അടിച്ചു തുടങ്ങി എന്നൊക്കെ പറയുമ്പോ ആക്ച്വലി ഈ പറയുന്നവരൊരു സാധനം നിർത്തി കാണിക്കണം. അതൊരൊറ്റ സ്റ്റെപ്പിനോട് കൂടി തുന്നതോ നിർത്താൻ പറ്റുന്നതായിട്ടോ ഒന്നുമല്ല. ഈ ഇങ്ങനത്തെ അഡിക്ഷൻസ്, ലഹരി നമ്മളെ അടിമകളാക്കുന്നതിലെ കാരണം എന്ന് പറയുന്നത് ഡോപ്പമിനാണ്. അത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഹൈ ഉണ്ട്. അത് മറ്റൊന്നിൽ നിന്നും നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത അത്രയും ഡോപ്പമിൻ ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് ഒരു തവണ ഉപയോഗിച്ച് കഴിയുമ്പോൾ വീണ്ടും ഉപയോഗിക്കാൻ ബ്രെയിൻ നമ്മളെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വല്ലാത്ത അഡിക്ഷനാണ്. അതിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ വിഡ്രോവൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അത് നിർത്തി വന്ന ഒരാളോട് പിന്നെയും തുടങ്ങിയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നിർത്താനും ഭയങ്കര പാടാണ്. ചായയും കാപ്പിയൊക്കെ നമ്മൾ നിർത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഇഷ്യൂസ് വന്ന സമയത്ത് ഞാൻ ചായയും കാപ്പിയൊക്കെ ഒന്ന് നിർത്തി. പക്ഷേ നിർത്തി കഴിഞ്ഞിട്ടും ഒരു ചായക്കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ ചായ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അതേപോലെ മത്സ്യമാംസ ആഹാരമൊക്കെ വർജിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന നോമ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ നോമ്പ് കഴിഞ്ഞ് അവർ ആദ്യം ചെയ്യുന്നത് വലിച്ചുവാരി കഴിക്കുക എന്നുള്ളതാണ്. എന്ന് പറയുന്ന പോലെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ടെംപ്റ്റ് ചെയ്യും നമുക്ക് സന്തോഷമുള്ള ഈ കാര്യം കിട്ടാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് ഒരാൾ മാറി നടക്കുക, അതും ലഹരി ഉപയോഗത്തിൽ നിന്ന്, രാസലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് പിടിവിട്ട് മാറി നടക്കാൻ ഒരാൾ തീരുമാനിക്കുക എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. അമ്മാതിരി വിൽ പവർ വേണം. അത്രയും അയാൾ പിന്നെയും പിടിച്ചു നിൽക്കണം. അതായത് ഞാനിത് നിർത്തി എന്ന് പറയുന്നിടത്തല്ല, അതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ലൈഫ് ലോങ്. കാരണം ഇയാളുടെ ബ്രെയിനിന് അറിയാം ഇത് തരുന്ന ഡോപ്പമിൻ എഫക്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാളോട് പിന്നെ ഉപയോഗിച്ച് തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുന്ന ആ ചോദ്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളാരും ഇത് കാണുന്നില്ല. ഇവരുടെ ഈ റീഹാബ് ജേണി എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ കുടുംബത്തോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒരാൾ അങ്ങനെ ഒരു ശീലം നിർത്താൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുകയും അത് നിർത്തിയെടുക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ ഈ ആളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. അതിനുശേഷം അവരനുഭവിക്കുന്ന ആ സ്ട്രെസ് എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അവരെടുക്കേണ്ടി വരുന്നൊരു കോൺസ്റ്റൻറ്റ് എഫേർട്ട് ഉണ്ട്. അതിനൊക്കെ
അതൊക്കെ നമ്മൾ നേരിട്ട് കാണാത്തിടത്തോളം നമുക്ക് ഈ പെയിൻ മനസ്സിലാവില്ല. ഇപ്പോൾ ഒരു കമൻ്റ് ഇട്ടിട്ട് അയാളെ നോവിക്കാനോ അതേപോലെ ഇങ്ങനെയുള്ള ഓരോ കുറ്റപ്പെടുത്തലുകളൊക്കെ അയാൾക്ക് നേരെ എറിയാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ നാട്ടുകാർക്ക് അതിൽ പ്രത്യേക സന്തോഷവും ഉണ്ട്. ഇപ്പം ഷൈൻ ടോം ചാക്കോ ഇനിയിപ്പോൾ ഏതൊക്കെ രീതിയിൽ അയാൾ സിനിമയിൽ വരുന്ന സമയത്തും അയാൾ നിൽക്കുന്ന സമയത്തൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒക്കെ അയാൾ ചൊറിയാനൊക്കെ ഭയങ്കര രസമായിരിക്കും. പക്ഷേ അയാൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെൻ്റൽ സ്ട്രെസ്, അങ്ങനെ ഒരാൾ റീഹാബ് ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ സമൂഹം മുഴുവൻ ഒപ്പം നിന്നേ പറ്റൂ. 1-2 ആൾക്കാർ, അയാളുടെ വീട്ടുകാരും കുറച്ച് കൂട്ടുകാരും മാത്രം ഒപ്പം നിന്നാലൊന്നും അത് ശരിയാവില്ല. ചുറ്റും നിൽക്കുന്ന എല്ലാ ആൾക്കാരും അതിൻ്റെ കൂടെ വേണം. അങ്ങനെ റീഹാബ് ചെയ്ത് വരുന്ന ആളുകളെയും നമ്മൾ ചേർത്ത് നിർത്തി അയാൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള അയാളുടെ സ്ട്രെങ്ത്തിലേക്ക് നമുക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ്. കാരണം അങ്ങനെ ഒരാൾ, നല്ലൊരു വ്യക്തി, നല്ലൊരു മനുഷ്യൻ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് നമ്മളൊരു കൂട്ടം ആൾക്കാരാണല്ലോ സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വീക്കായിട്ടുള്ള ആളുകൾ സ്ട്രോങ്ങറായി നിൽക്കുക എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ്. അങ്ങനെ അവർക്കൊപ്പം നിൽക്കേണ്ട സമയത്താണ് ഇമാതിരി കമൻറ്റുകളിട്ട് ഒരാളെ മാനസികമായി വിഷമിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ഷൈൻ ചോദിച്ച പോലെ തന്നെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തിനൊന്ന് ഒഴിവാക്കി നോക്കൂ. ഒഴിവാക്കിയിട്ട് ഒരു പ്രൊലോങ്ഡ് ഒരു പീരീഡിൽ അതിനെ മാറ്റി നിർത്താൻ നിങ്ങൾ ശ്രമിച്ചു നോക്കും. അപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. ഇത് ഇത്രയും ആളുകളെ തിരിച്ചു വിളിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് അയാൾ മാറി നിൽക്കാൻ നോക്കുന്നത്. സോ വാക്കുകൾ കൊണ്ട് പോലും അയാളെ വേദനിപ്പിക്കരുത് എന്നാണ് ഇത് കാണുന്ന ആളുകളോട് പറയാനുള്ളത്. നമുക്ക് അടുത്ത റീലിലേക്ക് പോകാം. ഒളിഞ്ഞ ഒരു സിനിമയെ കുറ്റം പറയാൻ അധികാരമുണ്ട്, പൈസ മുടക്കി കണ്ടവന് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വച്ചുകൊണ്ട് നിങ്ങൾ ചീത്ത വിളിച്ചതിന്റെ എണ്ണം നോക്കിയാൽ അത്രയും പേര് ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അത് 100 കോടിയുടെ പടമായിരിക്കും. ഞാൻ പറഞ്ഞ കണക്ക് മനസ്സിലാകുന്നുണ്ടോ? സിനിമ കണ്ടവന് ചീത്ത പറയാം. ഉച്ചവരെ ഒരു സിനിമ പൊളിഞ്ഞെങ്കിൽ എല്ലാം കൂടെ കേരളത്തിലുള്ള 100 തിയേറ്ററിലും കൂടെ എത്ര പേരത് കണ്ടു കാണും? അത്രയും പേരല്ലേ കറക്റ്റായിട്ട് ചീത്ത വിളിക്കാൻ പറ്റുള്ളൂ. ഇത് കാണാത്ത ആളുകൾ പാമ്പിനെ തല്ലുന്ന പോലെ ആദ്യത്തെ അടി മാത്രം ഒരുത്തർ അടിച്ചാൽ മതി. പിന്നെ ചത്ത് കഴിഞ്ഞാലും ചിലർ വടിയായിട്ട് വന്ന് എന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഒരു അടിയും കൂടെ കൊടുത്തേക്കാന്ന് പറഞ്ഞ് അടിക്കാൻ വേണ്ടി വരും. അപ്പോ റിവ്യൂവിനകത്ത് ഇറങ്ങി ഞാൻ കാണാത്ത ഒളിഞ്ഞുപോയ ഒരു സിനിമയെ പറ്റി ഒരു റിവ്യൂ എനിക്ക് പറയാൻ അധികാരമുണ്ടോ എന്ന് വേണമെങ്കിൽ പറയുന്നവരെ ചിന്തിക്കാം. അധികാരമുണ്ട്, പറഞ്ഞാലും കുഴപ്പമില്ല. അതാണ് റിവ്യൂവിൽ എനിക്ക് തോന്നുന്നത്. പിന്നെ പൈസ കൊടുത്ത് പറയിക്കുക എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൈസ കൊടുത്ത് കുറ്റം പറയിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരു പടത്തിന്റെ ടീം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരു സിനിമ മോശമാണെന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രചരണം വരുന്നുണ്ടെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരേ ഒരു വഴി ഇതിന്റെ നിർമ്മാതാവിനെ ഇത് നല്ലതാണെന്ന് ഒപ്പത്തിനൊപ്പം ആൾക്കാരെ കൊണ്ട് പറയിക്കൽ മാത്രമാണ്. വേറെ വഴിയില്ല. ഞാനീ പറഞ്ഞു ഇതുവരെ 1-2 എണ്ണം അല്ല ഇത് വരുന്നത്. ഈ ചീത്തവിളിയുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ എത്രയോ അപ്പുറമാണ്. നമ്മളൊരു സാധാരണക്കാരൻ അത് അനുഭവിച്ചിട്ടില്ല. ഇത് അനുഭവിച്ച് സോഷ്യൽ ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അത് നേരിടേണ്ടി വരും. ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്ത് VR ചെയ്യുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിലും പൈസ കൊടുത്ത് VR ചെയ്യുന്നതിൽ തെറ്റില്ല. ഞാനൊരു സിനിമ ഇറക്കുകയാണ്, ഇതൊരു നല്ല സിനിമയാണ് എന്ന് എനിക്ക് ഒരു അഭിപ്രായം രൂപീകരിച്ചാൽ എനിക്ക് കുറച്ച് ബിസിനസ് ഉണ്ടാകും. ഞാനിപ്പോൾ ഒരു കട തുടങ്ങുകയാണ്, എൻ്റെ കടയിലുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര നല്ലതാണ്, ഞാൻ കൃത്യമായ അളവിലാണ് കൊടുക്കുന്നതെന്ന് പറയുന്ന ഒരു പൊതു അഭിപ്രായം രൂപീകരിച്ചാൽ എനിക്ക് കിട്ടുന്ന ആ ഒരു ഇനിഷ്യൽ പരിപാടി, അതിന് വേണ്ടിയിട്ട് പൈസ കൊടുത്ത് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പൈസ കൊടുത്ത് ജനങ്ങളാണ് പറയുന്നതെന്ന് പറയുന്ന പോലത്തെ ഒരു തെറ്റായ അഭിപ്രായ രൂപീകരണത്തിലേക്ക് പോകാതിരിക്കണമെന്ന് എനിക്കും അഭിപ്രായമുണ്ട്. പക്ഷേ നെഗറ്റീവ് റിവ്യൂവിനെ കുറിച്ച് പിഷാരടി പറഞ്ഞതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, നമ്മളും സിനിമയുടെ റിവ്യൂ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. റിവ്യൂ ഇട്ട് കഴിയുമ്പോൾ ആദ്യം വരുന്ന കമൻറ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുള്ളതാണ്, പിന്നീടും ശ്രദ്ധിക്കാറുള്ളതാണ്. പക്ഷേ ചില കമൻറ്റുകൾക്കൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് സൂപ്പർ താരങ്ങളോ അല്ലെങ്കിൽ ഹൈപ്പ് സാധ്യതകളുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എവിടെന്നെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കേൾക്കുന്ന ഒരു നെഗറ്റീവ് കീവേഡ് ആയിരിക്കും. നമുക്ക് ഈ വേർഡ് കേട്ടാൽ മനസ്സിലാവും. ഇത് തന്നെയാണ് എല്ലാവരും റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അതായത് ഒരു സ്ഥലത്ത് പറഞ്ഞു ഇന്ന റോളിൽ ഇന്ന ആൾ ചെയ്തിരിക്കുന്നത് മോശമായി എന്നുള്ളത്, പിന്നെ വരുന്ന കമൻറ്റുകൾ മുഴുവൻ അയാൾ മോശമായി എന്നാണ്. അയാൾ നന്നായി എന്ന് പറയുന്ന നമ്മുടെ അഭിപ്രായം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് നിനക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇയാൾ മോശമാണെന്ന് പറഞ്ഞാണ് ഈ കമൻറ്റ്സ് മുഴുവൻ വരുന്നത്. വളരെ മോശമായി താരങ്ങളെയൊക്കെ ചിത്രീകരിക്കുന്ന സിനിമയെ വളരെ മോശം വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യുന്ന സാധനങ്ങളുണ്ട്. ഇത് മുഴുവൻ കമൻസിൽ വന്നുകൊണ്ടിരിക്കും. ഞാൻ കുത്തിരുന്ന് ഡിലീറ്റ് ചെയ്യുന്നതാണ്. ചില സിനിമകൾ വരുന്ന സമയത്ത് ചില കീവേഡ്സ് നമ്മൾ ഹൈഡ് ചെയ്തിടേണ്ടി വരും. കാര്യം അത്രയും മോശമായി സിനിമയെ ചിത്രീകരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുണ്ട്. ഇവരിലൊരു വലിയ വിഭാഗം സിനിമ കാണുന്നില്ല എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അവരുപയോഗിക്കുന്ന വാക്കാണ്. അതായത് എവിടെയോ ഒരു റിവ്യൂവറോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലോ മറ്റോ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക്, ആ വാക്ക് വെച്ചിട്ടാണ് പിന്നീടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ പോലെ ഇത്രയും കമൻറ്റുകൾ ഈ ഒരു രീതിയിൽ വരുമ്പോൾ അപ്പോൾ ഇത്രയും പേര് ഈ സിനിമ ഇനിഷ്യലി കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് അത്രയും കളക്ഷൻ കിട്ടേണ്ടതാണല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോൾ. ചില ആൾക്കാർ ആ സിനിമയിൽ ഇന്ന ആൾ കൊള്ളില്ല എന്നങ്ങ് പറയും, പക്ഷേ അവർ ആ സിനിമ കണ്ടിട്ടില്ല. പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം കേട്ടിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകുന്നത്.
അതിനെ പ്രതിരോധിക്കാനും ഈ പറയുന്ന പോലെ സിനിമാ നിർമ്മാതാക്കൾ പല മാർഗ്ഗങ്ങളും നോക്കും. നമ്മൾ ഈ റിവ്യൂവേഴ്സാണ് സിനിമയെ തകർക്കുന്നതെന്ന് പറയുന്നൊരു പ്രചാരണം ഒരു സമയത്തുണ്ടായിരുന്നല്ലോ. അതിൽ പലരും പറഞ്ഞിരുന്നൊരു പ്രശ്നം തുടക്കത്തിലെ ഈ അഭിപ്രായം പറയുന്നു എന്ന് പറയുന്നതാണ്. ഇപ്പം നമ്മൾ റിവ്യൂവേഴ്സ് പറയുന്നതിലെ ചില വാക്കുകളൊക്കെ എടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ വാക്ക് മാത്രം എടുത്തിട്ട് ഇവർ പ്രൊമോഷൻ ഉപയോഗിക്കുന്നത് പോലെ ഈ സിനിമയെ ഡീപ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നവരും റിവ്യൂവേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ പറ്റില്ല. സിനിമയിൽ എന്തൊക്കെയാണോ പോസിറ്റീവായി ഫീൽ ചെയ്തത്, എന്തൊക്കെയാണോ പോസിറ്റീവായി ഫീൽ ചെയ്യാതിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ പെയ്ഡായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ചില സിനിമയുടെയൊക്കെ നിർമ്മാതാക്കളും അതുപോലെ സംവിധായകരും ഒക്കെ വിളിക്കുമ്പോൾ നമ്മളോട് പറയാറുള്ളതാണ്, ഇന്ന താരങ്ങളുടെ സിനിമകൾ വരുന്നുണ്ട്, നമ്മുടെ സിനിമ കൊച്ചു സിനിമയാണ്, ഇതിനിടയിൽ നമ്മൾ ജാമായി പോകും, ആരാധകർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഡീപ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ ഇന്ന താരത്തിൻ്റെ സിനിമ വരുമ്പോൾ അതിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി കുറച്ച് ആളുകളുണ്ട്, അതുകൊണ്ട് അറ്റാക്ക് വരുന്നുണ്ട് എന്നൊക്കെ നമ്മളെ വിളിച്ച് സങ്കടം പറയുന്ന പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പെയ്ഡ് ഡീഗ്രഡേഷൻ ഒരു സൈഡിൽ നടക്കുന്നു, അതുപോലെ പെയ്ഡ് പ്രൊമോഷനും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. നമുക്കിതിനകത്ത് ആസ് എ പ്രേക്ഷകൻ എടുക്കാൻ പറ്റുന്നൊരു സ്റ്റാൻഡ്, എനിക്ക് നല്ലതെന്ന് തോന്നിയാൽ അത് ട്രെയിലർ കണ്ടിട്ടാവാം, ചിലപ്പോൾ റിവ്യൂസ് പറയുന്നത് കേട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കാണണം തോന്നിയാൽ നമ്മൾ കണ്ട സിനിമകളെക്കുറിച്ച് മാത്രം അഭിപ്രായം പറയാം. കാണാത്ത സിനിമയെക്കുറിച്ച് ആ പടത്തിനൊക്കെ ആരെങ്കിലും പോകുമോ എന്ന് പറയുന്നതിന് മുമ്പ് കണ്ട സിനിമയെക്കുറിച്ച് മാത്രം അഭിപ്രായം പറയാമെന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിലേക്ക് നമ്മൾ പ്രേക്ഷകരും മാറുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും. ഇനി നമ്മുടെ മുമ്പിൽ മറ്റൊരു റീൽ കൂടിയുണ്ട്. വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും വലിയ അപകടവും അതാണ്. വളരെ നിരാലംബരായിട്ട് ഇപ്പോഴും ആ സിസ്റ്റം ഒന്നും മാറിയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് ഈ മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയുന്ന സംഭവത്തിന്റെ സങ്കല്പം. ഇതൊക്കെ പുറത്ത് പറച്ചിലേ ഉള്ളൂ. പിന്നീട് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് സംഗീത ഇൻഡിപെൻഡന്റ് ആവുന്ന കാണാനാണ്. സംഗീത കാർ ഓടിച്ചു പോകുമ്പോൾ എന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ പറയാം, സംഗീത വണ്ടി ഓടിച്ച് സംഗീതം ബലമായിട്ട് നിർബന്ധിച്ച് മൂവാറ്റുപുഴയിൽ ലൈസൻസ് എടുക്കുമ്പോൾ സംഗീത ഫസ്റ്റ് ടെസ്റ്റ് തന്നെ സംഗീത എച്ചെടുത്തു. ഞാൻ സെക്കൻഡ് ടെസ്റ്റിലാണ് എച്ചെടുത്തത്. അപ്പം അവിടെ ഞാൻ സീരിയസ്ലി ഞാൻ എന്ന് പറയുമ്പോൾ അത് അഹങ്കാരമായിട്ട് അങ്ങനെ പറഞ്ഞാൽ പോലും സംഗീതം കൂടുതൽ സന്തോഷിച്ചാണ്. കാരണം എനിക്ക് കീ കൊടുത്തിട്ട് പോവാം, എനിക്ക് വണ്ടിയിൽ നിന്ന് ഉറങ്ങാം. മോന്റെ കാര്യങ്ങളോ വീട്ടിലെ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ സംഗീതം എനിക്കുള്ള അതേ റെസ്പോൺസിബിലിറ്റിയിൽ സംഗീതങ്ങൾ ഉണ്ടാവുന്ന ഒരു മുമ്പിലിട്ട് ഒരു വലിയ ഡിപെൻഡൻസ് ആണ്. ഒരു സ്വയമായി ഡ്രൈവ് ചെയ്ത് അത് ജീവിതത്തിലേക്കുള്ള ഡ്രൈവിംഗ് ആണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതെന്ന് തോന്നുന്നു. ഒന്ന് മ്യൂച്വൽ റെസ്പെക്റ്റിനെ കുറിച്ച് പറഞ്ഞത്, മറ്റൊന്ന് ഡ്രൈവിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ്. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പഠിച്ചിരിക്കേണ്ട സ്കിൽസിൽ ഒന്നായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. അതിന് സാധിക്കാത്ത ആളുകളുണ്ടാവും ശാരീരികമായ കാര്യങ്ങൾ കൊണ്ട്. അങ്ങനെ അല്ലാത്ത പക്ഷം നമ്മൾ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം. പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായാൽ പോലും നമ്മൾ വേറൊരാളെ സഹായത്തിന് വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാളുണ്ടാവും, അയാൾക്കൊരു നെഞ്ചുവേദന വന്ന് അയാൾ ആശുപത്രി കൊണ്ടുപോകും. അപ്പോൾ വീട്ടിലുള്ള ആളുകളൊക്കെയും ഈ പറയുന്ന വണ്ടി ഓടിക്കാൻ റെഡിയാണ്, അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്, ലൈസൻസ് ഉള്ള ആളുകളാണെന്നാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന എമർജൻസി ഘട്ടത്തിനെ മറികടക്കാൻ പറ്റും. ഒരു ഊബർ വരാൻ വെയിറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ വേറൊരാൾ നമ്മളെ ഡ്രോപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ മാത്രമല്ല, നമുക്കൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഏത് സാഹചര്യത്തിലും പോകാൻ, വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് പോകാം എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഈ ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ഞാൻ ജോലിക്ക് പോകുന്നു, ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നു, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബസ് യാത്രയ്ക്ക് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ വെച്ച് ഞാനൊരു ദിവസം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം മൊത്തം 3 മണിക്കൂറായി. ഒരു 24 മണിക്കൂറുള്ള ദിവസത്തിൻ്റെ 3 മണിക്കൂർ യാത്രയിൽ പോയി. എനിക്കൊരു 2 വീലർ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 15-20 മിനിറ്റ് വെച്ചിട്ട് എനിക്ക് പോയി വരാം. ബാക്കി സമയം എൻ്റെ ജീവിതത്തിലെ ക്രിയാത്മകമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എനിക്ക് ഉപയോഗിക്കാം, എൻ്റെ വിനോദത്തിന് വേണ്ടി എനിക്ക് ഉപയോഗിക്കാം, പ്രിയപ്പെട്ടവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഉപയോഗിക്കാം, എന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സമയമാക്കി അത് മാറ്റാൻ പറ്റും. പക്ഷേ അതിന് എനിക്ക് ഡ്രൈവിങ് വശമുണ്ടായിരിക്കണം. വണ്ടി ഓടിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത്, ഓടിക്കാനൊരു വണ്ടി സ്വന്തമായി ഉണ്ടാവുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമായി പരിഗണിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എല്ലാവർക്കും, ആൺ പെൺ ട്രാൻസ് ഭേദമന്യേ എല്ലാവരും ഡ്രൈവിംഗ് പഠിച്ചിരിക്കുകയും ലൈസൻസ് എടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഒരു ബേസിക് സ്കില്ലാണത്. നീന്താൻ പഠിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ നീന്താൻ പഠിക്കുക എന്നുള്ളതും ബേസിക് സ്കില്ലാട്ടോ. അടുത്ത കാര്യം മ്യൂച്വൽ റെസ്പെക്റ്റിനെ കുറിച്ച് പറഞ്ഞതാണ്. ഈ വിവാഹബന്ധം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക, ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ പലരും പറയും ഭൂമിയോളം സഹിക്കാനുള്ള ക്ഷമ വേണം, അതുപോലെ നമ്മൾക്ക് അത് വേണം, ഇത് വേണം, ആ കഴിവ് വേണം, ഈ കഴിവ് വേണം, ഇങ്ങനെയുള്ള എല്ലാ ഉപദേശങ്ങളും എല്ലാവരും എടുത്തു വെക്കും. ഇപ്പം നമ്മുടെ ആനീസ് കിച്ചണിൽ ചെന്ന് കഴിഞ്ഞാൽ പെൺകുട്ടികളായ പാചകം ചെയ്യണം, ആൺകുട്ടികളായ വീട് ഭരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരിക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മ്യൂച്വൽ റെസ്പെക്റ്റിനെ കുറിച്ച്
വളരെ കുറച്ച് ആളുകളെ സംസാരിക്കാറ്, വളരെ 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 കുറച്ച് ആളുകളായിരിക്കും സംസാരിക്കുന്നത്. ഇനി സംസാരിച്ചാൽ തന്നെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ ഒരു വലിയ വിഭാഗം പുറകിലാണ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ പരസ്പരം വ്യക്തികളാണ്, രണ്ടുപേർക്കും കാര്യങ്ങളെ മനസ്സിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകളുണ്ട് എന്നും നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും രണ്ടുപേരുടെയും ഇൻപുട്ട് അവിടെ ആവശ്യമാണ്. ഞാൻ ജീവിതത്തിൽ എൻ്റേതായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റേയാളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഒരുമിച്ചുള്ള ജീവിതമാണ് ഇവിടെ വേണ്ടത്. മറ്റേയാളെ ഇപ്പം നമ്മുടെ സിനിമകളിൽ കണ്ടിട്ടില്ലേ, ഭാര്യമാരെ നാട്ടുകാരുടെ മുമ്പിലിട്ട് കളിയാക്കുന്ന ഭർത്താക്കന്മാരെന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള, അയ്യോ ആ മനുഷ്യൻ ഭയങ്കര ഫണ്ണിയാണ്, ഹ്യൂമറാ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അവരൊരു മനുഷ്യജീവിയല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ, അതിനെ ആൾക്കൂട്ടത്തിലിട്ട് ഇങ്ങനെ അപമാനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ ഓപ്പോസിറ്റുള്ള മനുഷ്യനെ കാണുക, ബഹുമാനിക്കുക, അയാളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ചുള്ള ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുക എന്നൊക്കെ പറയുന്നത് അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഈ മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നും എൻ്റെ ബൗണ്ടറി എന്താണ്, അയാളുടെ ബൗണ്ടറി എന്താണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, അത് പിന്നീടും കീപ്പ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ബന്ധങ്ങൾ മാറേണ്ടതുണ്ട്. ഇനി ഇന്നത്തെ ലാസ്റ്റ് റീലിലേക്കാണ് നമ്മൾ പോകുന്നത്. ആർട്ടിസ്റ്റുകളൊക്കെ, ചില സ്ത്രീകളൊക്കെ പറയില്ലേ, എനിക്കിങ്ങനെ അടിമയായിരിക്കാൻ ഇഷ്ടമാണ്. അത് അങ്ങനെ ആയിരുന്നു ഞാൻ. പക്ഷേ അത് ഡിസർവ് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ, അത് അടിമത്വമല്ല, അത് ആക്ച്വലി നമ്മളൊരു സ്നേഹം, പ്രൊട്ടക്ഷൻ, ഇതൊക്കെയാണ്. ഈ പ്രൊട്ടക്ഷനും ഈ സ്നേഹവും കിട്ടുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഇരിക്കുന്നതിന് തെറ്റില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇവരൊക്കെ ഇത് പറയുന്നത്. അപ്പൊ ആ സമയത്ത് എന്റെ മുമ്പിലുള്ള ഒരു ധൈര്യം, നാളെ ഒരു സിനിമ ഡബിങ് ഉണ്ട്, പിന്നെ അടുത്ത ആഴ്ച ഒരു പടമുണ്ട്, ഇത് എണ്ണിക്കൊണ്ടാണ് റോഡിൽ കൂടി നടക്കുന്നത്. പൈസക്ക് അദ്ദേഹം അത്യാഗ്രഹം കാണിക്കപ്പെടും, ചെറിയ കാശൊക്കെ പിന്നീട് സാരിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ മുടക്കുമ്പോഴും ഒക്കെ കാണിക്കുന്ന വഴക്ക് കൂടിയിട്ടും ചേച്ചിയുടെ ബൾബ് കത്തിയില്ല എന്നുള്ളത് ഒരു ഭയങ്കര, അത് ഉള്ളിന്റെ ഉള്ളില് ഈ ഒറ്റയ്ക്കാണ് എന്നുള്ള, എന്റെ പുസ്തകത്തിൽ ഒരുപാട് സ്ഥലത്ത് ഈ ഒറ്റപ്പെടൽ എന്ന വാക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതന്ന് TM ഗോപകുമാർ ചേട്ടനാണ് ആദ്യം ഞാനിത് എഴുതിയപ്പോ ഇത് വായിച്ചത്. ഇത് എഴുതിയിട്ട് എന്റെ മാനുസ്ക്രിപ്റ്റ് പുള്ളിയുടെ കൊടുത്തപ്പോ പുള്ളി പറഞ്ഞത്, ഒരുപാട് സ്ഥലത്ത് ഈ ഒറ്റപ്പെടൽ എന്ന വാക്ക്, എന്തിനാണ് ഇത്ര ഒബ്സസീവ് ആവുന്ന ആ വാക്കിനോട്? അതെന്റെ ഉള്ളിലുള്ള ഒരു ഫീലാണ്. ഞാൻ ഇറങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അതിനകത്ത് രജനീഷ് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഈ വളരെ ടോക്സിക് ആയിട്ട് തൻ്റെ വരുമാനം മുഴുവൻ പിടിച്ച് വാങ്ങുകയും പക്ഷേ സ്വന്തം ആവശ്യത്തിന് ഒരു ചെറിയ വിലയുടെ ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ പോലും അതിന് വഴക്കിടുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെ അപ്പോഴൊന്നും അത് മനസ്സിലായില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം, അത് ആളുകൾക്ക് മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളാണ് ജീവിതം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടുകയും അതിനെ ചുറ്റിപ്പറ്റി മാത്രം ജീവിതം പ്ലാൻ ചെയ്യുകയും ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ നമ്മൾ പോലും അറിയാതെ മാനിപ്പുലേറ്റഡ് ആവും ഒരു റിലേഷൻഷിപ്പിൽ. ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ജീവിതം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പറയുക, ഞാൻ പെട്ടിട്ടുള്ളത് ഒരു ട്രാപ്പാണ് എന്ന് ഞാൻ തിരിച്ചറിയാന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ്. ആ സമയങ്ങളിൽ നമ്മുടെ പിടിവിട്ട് പോകുന്ന സിറ്റുവേഷൻസിലാണ് പലപ്പോഴും പല സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞ്, അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ചില സുഹൃത്തുക്കളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, സുഹൃത്തുക്കൾ പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ഉൾക്കൊള്ളില്ല. എടാ, നീ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് ശരിയല്ല, നിൻ്റെ പാർട്ട്ണറും നീയായിട്ടുള്ള ഒരു ശരിയാവുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാലും നിനക്ക് അസൂയ കൊണ്ടാണ്, അല്ലെങ്കിൽ നിനക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇനി അവൻ പറയുന്നതിൽ അല്ലെങ്കിൽ അവൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാലും ഈ സൈഡിൽ കുറച്ച് സ്നേഹം കിട്ടുമ്പോൾ, ഇപ്പം ഭാഗ്യലക്ഷ്മി ഉപയോഗിച്ച വാക്കാണ് സ്നേഹം കിട്ടുന്നു, ഒരു സുരക്ഷിതത്വം കിട്ടുന്നു എന്ന് പറയുന്നൊരു തോന്നൽ, ഇത് കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിച്ച്, അല്ലെങ്കിൽ ഇത് കിട്ടുമെന്ന് വിശ്വസിച്ചിട്ടാണ് അവരവിടെ ഇൻപുട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പുറത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും അവരത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിൽ പല ആളുകളും ട്രാപ്ഡ് ആയി പോകുന്നത്. ആ തിരിച്ചറിവിലേക്ക് വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അങ്ങനെ വന്ന് പുറത്തേക്ക് കടക്കുന്ന സമയത്തും ഭാഗ്യലക്ഷ്മി ഉപയോഗിച്ച വാക്കുകൾ, ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന വാക്കിനോട് എന്തുകൊണ്ട് ഇത്ര ഒബ്സഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റപ്പെടൽ അത്രയധികം ഉള്ളിൽ കിടക്കുന്ന, അത്രയധികം ഭയക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെത്തും. ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് ഞാൻ എത്തിയ സമയത്തും ഞാൻ പിന്നീട് ഒറ്റയ്ക്ക് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു തോട്ട് പ്രോസസ്സ് വരെ. അത് എത്ര പേര് അതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കാര്യമല്ലേ പറയാൻ പറ്റും. ഈ ഒറ്റയ്ക്ക് എന്ന് പറയുന്ന ആ ഒരു ടേമിനെ നമ്മൾ ആദ്യം ഭയത്തോടെ നോക്കി കാണും. ഇനി അതാണോ, ഇനി അങ്ങനെയാണോ എന്ന് പറയുന്നൊരു തോന്നലുണ്ടാവും. അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ തുടങ്ങും. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ലിമിറ്റഡ് ആയിട്ടല്ല, നമ്മുടെ ഏറ്റവും ക്ലോസ് സർക്കിളിൽ മാത്രമാണ് നമ്മൾ ഈ ലൈഫിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈഫ് ഇങ്ങനെ പരന്ന് വിശാലമായിട്ട് കിടക്കുക. ആ തിരിച്ചറിവിലേക്ക് വരാൻ എടുക്കുന്നൊരു സമയമുണ്ട്. അതുവരെ ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് പേടിയായിരിക്കും. ചിലപ്പോൾ പിന്നീടും ഒറ്റപ്പെടൽ ഒരു ഭയം പോലെ, അല്ലെങ്കിൽ അത് ഉള്ളിൽ കിടക്കുന്ന കുറേ ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ എഴുത്തും കാര്യങ്ങളും എനിക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നി. ആൻഡ് നിങ്ങളും ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റികൾ, അതും നിങ്ങൾ ഏറ്റവും ചുരുക്കി പിടിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെ കൊണ്ടുവരുമ്പോൾ പോലും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതില്ല.
നിങ്ങളുടെ പ്രയോറിറ്റീസിന് മുകളിൽ ഞാൻ പറയുന്നതാണ് ജീവിതം, ഇങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് നിങ്ങളെ കൊണ്ട് ഒരാൾ ജീവിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആരാണെങ്കിലും, ഞാൻ പാർട്ട്ണറൊന്നുമല്ല പറയുന്നത്, ആരാണെങ്കിലും ഇൻക്ലൂഡിങ് നിങ്ങൾ കാണുന്ന ദൈവം ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളുടെയും പ്രയോറിറ്റീസിൻ്റെയും മുകളിലൊരു കവചം വെച്ച് നിങ്ങളെ അൺകംഫർട്ടബിൾ ആക്കുന്ന ഒരാളുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സമയമായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ വളർന്നുകൊണ്ടിരിക്കുക, ഞാനൊരു ചെടിയാണ്, ഞാനിങ്ങനെ വളർന്ന് പോയി എൻ്റെ തല ഈ റൂഫിൽ ചെന്ന് തട്ടിയിട്ട് പിന്നെ എനിക്ക് വളരാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് വളരാൻ പറ്റും, വളരാനുള്ളൊരാൾ ഞാനുണ്ട്. പക്ഷേ ഈ റൂഫിൻ്റെ പുറത്ത് കടന്നാൽ ഞാൻ വെയിൽ കൊണ്ട് വാടിപ്പോകുമോ എന്ന് ഞാൻ പേടിച്ചിരിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ റൂഫിൻ്റെ അകത്ത് തല ഇങ്ങനെ തട്ടി ഏറ്റവും അൺകംഫർട്ടബിളായിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരും. ആ റൂഫ് അങ്ങ് മാറ്റാൻ തീരുമാനിച്ചാൽ, ഈ റൂഫില്ലാതെ ജീവിക്കാൻ പറ്റുന്നൊരു തിരിച്ചറിവിലേക്ക് വന്ന് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയും കൂടി വളരാൻ പറ്റും. സോ നിങ്ങളെ അൺകംഫർട്ടബിൾ ആക്കുന്ന, നിങ്ങളുടെ പ്രയോറിറ്റീസിന് വില തരാത്ത റിലേഷൻഷിപ്പുകൾ ദൈവമായിട്ടാണെന്ന് പറഞ്ഞാൽ പോലും വിട്ടുകളയുന്നതാണെങ്കിൽ വിട്ടുകളയുന്നേ. ജീവിതത്തിൽ കുറച്ച് സമയമൊക്കെ ഉള്ളൂ സന്തോഷിച്ച് അടിച്ചു പൊളിച്ച് അർമാദിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കാം.